ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ വ്യക്തി എന്താണ് നിങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ളത്, അല്ലെങ്കിൽ ഇപ്പോൾ അവർക്ക് നിങ്ങളോടുള്ള ഒരു കാഴ്ചപ്പാട് എന്താണെന്നുള്ളതാണ്. അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പം മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസായി എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ടുകളഞ്ഞേക്കുക. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. ഈ ഒരു സമയം നിങ്ങളുടെ പേഴ്സണെ കുറിച്ച് വളരെ പോസിറ്റീവായി ആലോചിച്ചുകൊണ്ട് തന്നെ റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവാൻ ശ്രമിക്കുക. അപ്പോൾ ആദ്യമേ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഇപ്പോഴത്തെ ഒരു ഓവറോൾ എനർജി എങ്ങനെയാണെന്നുള്ളത് നോക്കാം. റിബൽ, റൈപ്നെസ്, പ്രൊജക്ഷൻസ്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു സിറ്റുവേഷനിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നിലവിൽ ക്ലാരിറ്റി ഇല്ലാത്തൊരവസ്ഥ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അതായത് പരസ്പരം രണ്ടുപേർ തമ്മിൽ സ്വരച്ചേർച്ച ഇല്ലാതെ പോകുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ കുറച്ചും കൂടി കാര്യങ്ങൾക്കൊരു വ്യക്തത വേണമെന്ന് ആഗ്രഹിക്കുന്നൊരു സംഗതിയായിരിക്കാം. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ആ ഒരു വിഷൻ ക്ലിയർ അല്ലാത്ത ആ ഒരു എനർജി തന്നെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. മാത്രമല്ല, മേ ബി ചിലപ്പോൾ ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കും വളരെയധികം സ്റ്റബേൺ ആയിട്ട് നിൽക്കുന്നു, അല്ലെങ്കിൽ കുറച്ചൊരു ഈഗോയിസ്റ്റിക് ആയിട്ട് നിൽക്കുന്നു, അവരുടെ സ്റ്റാൻഡ് വിട്ട് മാറാൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു നിലപാട് എടുക്കുന്നില്ല എന്നുള്ളൊരു തോന്നലൊക്കെ നിങ്ങൾക്ക് ഉണ്ടായേക്കാം. അല്ലെങ്കിൽ പഴയതുപോലെ ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ ഫ്ലെക്സിബിൾ അല്ല എന്നുള്ളൊരു തോന്നലുണ്ടായേക്കാം. നിലവിൽ ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് ഒരു അവരുടെ ഒരു ഉറച്ച സ്റ്റാൻഡ് എന്താണോ അതിൽ തന്നെ നിൽക്കുന്നതായിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ചൊന്ന് മനസ്സിലാക്കാനോ, അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ ഒരു വിഷമമായിരിക്കാം, അത് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു രീതിയിൽ ഇവർ ഉൾക്കൊള്ളുന്നില്ല എന്നൊക്കെയുള്ളൊരു തോന്നലായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാകുന്നത്. കാരണം ആ ഒരു പേഴ്സൻ്റെ ഒരു ഇപ്പോഴത്തെ ഒരു എനർജി അങ്ങനെയാണ്, അല്ലെങ്കിൽ അങ്ങനെയാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് തന്നെ കാണാം. അപ്പോൾ ചിലവർക്കാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഒരു ഹൈലി ഈഗോയിസ്റ്റിക് ആയിട്ട് നിൽക്കുന്നു, അവർ പിടിച്ച മുയലിൽ മൂന്ന് കൊമ്പെന്ന് പറയുന്ന പോലെ അത്രയും ദൃഢമായിട്ട് നിൽക്കുന്നു എന്നുള്ളൊരു, അല്ലെങ്കിൽ ആ ഒരു വാശിപ്പുറത്ത് നിൽക്കുന്ന പോലെയൊക്കെ ഫീൽ ചെയ്തേക്കാം. അതേസമയം നിങ്ങളാണെന്നുണ്ടെങ്കിൽ എല്ലാം ഷെയർ ചെയ്യാനായിട്ട് റെഡി ആയിട്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. അവരങ്ങനെയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ കുറച്ചും കൂടി സോഫ്റ്റ് ആണ് എന്നുള്ള ഒരു രീതിയിൽ തന്നെ നമുക്ക് കാണാം. മാത്രമല്ല, ഇവിടെ കുറച്ചും കൂടി ഒരു പ്രതീക്ഷ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ട്. ഇപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ, അല്ലെങ്കിൽ പേഴ്സൺ കുറച്ച് സ്റ്റബേൺ ആണെന്നുണ്ടെങ്കിൽ പോലും തീർച്ചയായിട്ടും മാറ്റം വരും എന്നുള്ളൊരു പ്രതീക്ഷയിലായിരിക്കാം. മാത്രമല്ല, ഈ ഒരു പേഴ്സൺ ഒന്ന് തുറന്നൊരു സമീപനം, അല്ലെങ്കിൽ ഒരു ഹോണസ്റ്റ് കോൺവെർസേഷനൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ ഒരുപാട് ഹാപ്പിയാവും. അതിനായിട്ടൊക്കെ നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഒരു വ്യക്തി കുറച്ചൊരു നമ്മൾ പറയുന്ന പോലെ കല്ല് പോലെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റൊരു വ്യക്തി വളരെ ഫ്ലെക്സിബിൾ ആണ് എന്നുള്ള ആ ഒരു എനർജി നമുക്ക് കാണാം. അപ്പോൾ തീർച്ചയായിട്ടും നിലവിൽ ഈ പറഞ്ഞതുപോലെ തടസ്സങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ മറയായിട്ട് വന്ന് നിൽക്കുന്ന ആ ഒരു കാര്യങ്ങൾ, അത് നിങ്ങളെ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. അതിപ്പോൾ ചില റിലേഷൻഷിപ്പൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പാസ്റ്റിലൊക്കെ ഉണ്ടായിരുന്നൊരു സ്വഭാവമേ ആയിരിക്കില്ല നിലവിൽ ഈ ഒരു പേഴ്സൺ കാണിക്കുന്നത്. അല്ലെങ്കിൽ ഇത് നമ്മളുടെ വ്യക്തി തന്നെയാണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ തോന്നിയേക്കാം. അത്രയ്ക്ക് അവരൊരു മാറിപ്പോയി എന്നൊക്കെ ഉള്ളൊരു ചിന്താഗതി കാര്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ള ഒരു സാധ്യത കൂടുതലാണ്. എന്നാൽ ഈ ഒരു പേഴ്സണോട് ചിലപ്പോൾ എന്തെങ്കിലും ചോദിക്കുകയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർ ഓപ്പണായിട്ട് പറയുമോ വെച്ചാൽ അതുമില്ല. അവിടെയും ഒരു ബലംപിടുത്തമായിരിക്കും. ഇപ്പം നമുക്കൊരു വ്യക്തിക്ക് പതിവിന് വിപരീതമായിട്ടൊരു മാറ്റവും കാര്യങ്ങളും കാണുമ്പോൾ എന്ത് പറ്റി എന്ന് അന്വേഷിക്കുമ്പോൾ അവൻ അതിന് കറക്റ്റ് ആയിട്ടുള്ളൊരു മറുപടിയാണ് പറയുന്നതെങ്കിൽ നമുക്കും ഒരു ആശ്വാസം കിട്ടും. അതിന് പകരമായിട്ട് അങ്ങനെ ഡയറക്റ്റ്ലി പറയാതിരിക്കുക, ചിലപ്പോൾ ദേഷ്യപ്പെട്ട് സംസാരിക്കുക, സൈലൻസ് മെയിൻറ്റെയിൻ ചെയ്യുക, അങ്ങനെ വരുമ്പോഴത്തേക്കും ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി ആകെ കൺഫ്യൂസ്ഡ് ആവും. ആ ഒരു കൺഫ്യൂഷനും നമുക്കിവിടെ നല്ലതുപോലെ കാണാം. അങ്ങനെയുള്ളൊരു എനർജിയാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി നോക്കാം, ഇപ്പോൾ ഈ ഒരു പേഴ്സണ് നിങ്ങളെക്കുറിച്ചുള്ള ആ ഒരു കാഴ്ചപ്പാട് എന്താണ്, അവരെങ്ങനെയാണ് ഇപ്പോൾ നിങ്ങളെ നോക്കിക്കാണുന്നതെന്നുള്ളത്. ചിലപ്പോൾ ഒരു പക്ഷേ പാസ്റ്റിൽ ഇപ്പോൾ ഉള്ളൊരു അനുഭവമായിരിക്കണം എന്നില്ല ആ ഒരു പേഴ്സൺ ഉണ്ടായിട്ടുള്ളത്, അല്ലെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു വ്യക്തിയോടുള്ള ആ ഒരു കാഴ്ചപ്പാടുകൾ മാറി മറിഞ്ഞ് വരാറുണ്ട്. സാഹചര്യത്തിനനുസരിച്ചും കാലം പോകുന്നതിനനുസരിച്ചും ചിലപ്പോൾ വളരെ സ്നേഹം തോന്നിയിരുന്ന, അല്ലെങ്കിൽ അത്രയും ഇൻറ്റിമേറ്റ് ആയിട്ട് തോന്നിയിരുന്ന വ്യക്തിയോട് കുറച്ച് കഴിയുമ്പോൾ അങ്ങനെ തോന്നണമെന്നില്ല. ഇനി പറഞ്ഞതുപോലെ നേരെ തിരിച്ചും ആവാം. അത്രയ്ക്കധികം മനസ്സിന് പിടിക്കാത്ത, അല്ലെങ്കിൽ വിശ്വസിക്കാമോ എന്നൊക്കെ കൺഫ്യൂസ്ഡ് ആയിരുന്ന വ്യക്തിയോട് ഒരുപാട് സ്നേഹത്തോടെ, അല്ലെങ്കിൽ പിന്നീട് അങ്ങോട്ട് അവരെക്കുറിച്ചുള്ള ആ ഒരു കാഴ്ചപ്പാട് തന്നെ മാറിപ്പോകുന്നതായിട്ടും നമ്മൾ കാണാറുണ്ട്. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും നമുക്ക് നോക്കാം.
Eight of Wands, Queen of Pentacles, Three of Swords, Hermit, Knight of Wands, the World, Tower, Princess of Wands, Queen of Cups, King of Wands, Hanged Man, Eight of Pentacles, Magician, Five of Swords, Six of Swords, and Two of Wands. ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇവർ കുറച്ചൊരു സ്റ്റബേണായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ പോലും നിങ്ങളെക്കുറിച്ച് അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ പോസിറ്റീവായിട്ടുള്ള ചിന്താഗതികളുണ്ട്. എന്നാൽ അതുപോലെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പോസിറ്റീവ് മാത്രമാണോ എന്ന് നോക്കിയാൽ അല്ല. നെഗറ്റീവായിട്ടുള്ള ചില കാഴ്ചപ്പാടുകളും തെറ്റിദ്ധാരണകളും ഒക്കെ അതും കടന്നു കൂടിയിട്ടുണ്ട് എന്ന് തന്നെ പറയാം. അപ്പോൾ ഇവിടെ ഈ ഒരു പേഴ്സൺ നിങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയിരുന്നത് നിങ്ങൾ വളരെ കമ്മ്യൂണിക്കേറ്റീവ് ആയിട്ടുള്ളൊരു പേഴ്സൺ ആയിട്ടാണ്. ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ തന്നെ കൂടുതൽ സംസാരിക്കുന്നതും കൂടുതൽ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതും പറയുന്നതും അല്ലെങ്കിൽ വർത്തമാനം പറയാൻ ആഗ്രഹിക്കുന്നതും ഒക്കെ നിങ്ങൾ തന്നെയായിരിക്കാം. അല്ലെങ്കിൽ ഇനിയിപ്പോൾ പൊതുവേ ആണെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സണേക്കാൾ ഉപരിയായിട്ട് മറ്റുള്ളവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളായിരിക്കാം. അപ്പോൾ ആ ഒരു ആംഗിളിൽ അവർ നിങ്ങളെ കാണുന്നുണ്ട്. പിന്നെ മെയിൻലി നമുക്കിവിടെ കാണാൻ കഴിയുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ഫിസിക്കലി ഒക്കെ ഈ ഒരു പേഴ്സണേക്കാളും കുറച്ചും കൂടി ബെറ്റർ എന്ന് പറയുന്നത് നിങ്ങൾ തന്നെയായിരിക്കാം. മാത്രമല്ല മറ്റുള്ളവർക്ക് ഒരുപാട് അട്രാക്ഷൻ തോന്നുന്ന തരത്തിലുള്ള പെരുമാറ്റമോ രൂപമോ അല്ലെങ്കിൽ ആ ഒരു ബിഹേവിയറോ ഒക്കെ ആയിരിക്കാം. വളരെയധികം അട്രാക്റ്റീവായിട്ട് പെട്ടെന്ന് മറ്റുള്ളവർക്ക് തോന്നുന്ന ഒരു പേഴ്സണായിട്ട് അവർ കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിലും ചിലപ്പോൾ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിൻ്റെ ടൈമിൽ നിങ്ങളോട് ഭയങ്കരമായിട്ട് അട്രാക്ഷൻ തോന്നിയിട്ടായിരിക്കും ചിലപ്പോൾ അതൊരു റിലേഷൻഷിപ്പിലേക്കെല്ലാം പോയിട്ടുണ്ടാവും. അതിലിപ്പോൾ ഒരു കപ്പിൾ എനർജിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ആവാനുള്ള ഒരു സാധ്യത കൂടുതലാണ്. പെട്ടെന്ന് ആളുകൾക്ക് അട്രാക്ഷൻ തോന്നുന്ന ഒരു പേഴ്സണാലിറ്റി ആയിട്ട് അവർ നിങ്ങളെ നോക്കി കാണുന്നുണ്ട്. എന്നാൽ അതേ സമയം തന്നെ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വളരെയധികം ഒരു റിലയബിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് എന്നുള്ള ആ ഒരു ചിന്താഗതിയൊക്കെ നമുക്കിവിടെ കാണാം. മാത്രമല്ല ചിലപ്പോൾ ഈ ഒരു വ്യക്തിയെ നിങ്ങൾ പല സമയത്തും പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ടാവാം. അവർക്ക് വേണ്ടുന്ന അഡ്വൈസ് കൊടുത്തിട്ടുണ്ടാവാം. ആ ഒരു രീതിയിലെല്ലാം അവർ നിങ്ങളെ നോക്കി കാണുന്നുണ്ട്. അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളും അവർക്ക് തീർച്ചയായിട്ടും ഓർമ്മയുണ്ട് അല്ലെങ്കിൽ അവരുടെ മനസ്സിനകത്തുണ്ട് എന്നുള്ളത് തന്നെ നമുക്കിവിടെ കാണാം. മാത്രമല്ല ഒരു ഓൾറൗണ്ടർ ആയിട്ടൊക്കെ ലൈഫിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം. അതായത് ചിലർക്കാണെന്നുണ്ടെങ്കിൽ ഫാമിലി എന്ന് വെച്ചാൽ ഫാമിലിയുടെ കാര്യം മാത്രം നോക്കിയിരിക്കുന്ന ആൾക്കാരുണ്ട്. ചിലരാണെന്നുണ്ടെങ്കിൽ ജോബിൻ്റെ കാര്യത്തിലും പോയാൽ അവിടെ മാത്രം. പക്ഷേ നിങ്ങൾ അങ്ങനെയല്ല. നമ്മളിവിടെ പറഞ്ഞതുപോലെ ഒരു ഓൾറൗണ്ടർ എന്ന് പറയുമ്പോൾ അപ്പോൾ ഫാമിലി ആയിട്ട് പോകുന്ന വ്യക്തിയാണെങ്കിലും അല്ലെങ്കിൽ ഫാമിലി ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ജോബിൽ ശ്രദ്ധിക്കാതിരിക്കുന്നില്ല. എന്നാൽ അതുണ്ടെന്ന് വിചാരിച്ചിട്ട് മറ്റൊരു കാര്യം ശ്രദ്ധിക്കാതിരിക്കുന്നില്ല. അങ്ങനെ എല്ലാം ടേക്ക് കെയർ ചെയ്ത് കൊണ്ടുപോകാനുള്ള ഒരു നയം നിങ്ങൾക്കുണ്ട്. അല്ലെങ്കിൽ ആ ഒരു രീതിയിലായിരിക്കും നിങ്ങളുടെ ലൈഫ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ നോക്കി നടത്തുന്ന ഒരു പ്രവണത നിങ്ങൾക്കുണ്ടാവും. അപ്പോൾ ആ ഒരു ആംഗിളൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയാണ് കാണുന്നത്. പക്ഷേ ഇവരെ സംബന്ധിച്ച് പറയുമ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള നമ്മൾ പറഞ്ഞു അഡ്വൈസ് കൊടുത്തിട്ടുണ്ടാവാം, സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവാം. നിങ്ങളെ വളരെയധികം ആ ഒരു പേഴ്സൺ നമ്മളോട് കണ്ടതുപോലെ വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു വ്യക്തിയായിട്ടൊക്കെ കണ്ടിട്ടുണ്ടാവും. പക്ഷേ എന്നാൽ അതേ സമയം തന്നെ നിങ്ങളിൽ നിന്നൊരു ഹാർട്ട് ബ്രേക്കോ കാര്യങ്ങളോ ഈ ഒരു വ്യക്തി അനുഭവിച്ചിട്ടുണ്ടാവും. അതൊരു പക്ഷേ നമ്മൾ പറഞ്ഞതുപോലെ ഒരു തെറ്റിദ്ധാരണ അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ചില റിലേഷൻഷിപ്പിനകത്തൊക്കെ വേണമെന്ന് വെച്ചിട്ടല്ലാന്നുണ്ടെങ്കിൽ പോലും വാക്കുകൾ കൊണ്ട് മുറിവേൽപ്പിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ. അല്ലാന്നുണ്ടെങ്കിൽ പരസ്പരം കാര്യങ്ങൾ മനസ്സിലാവാത്തതുകൊണ്ട് ക്ലാരിറ്റി ഇല്ലാത്തത് കൊണ്ട് തെറ്റിദ്ധാരണയിലേക്ക് പോകുന്ന അവസ്ഥയൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും അങ്ങനെയുള്ള ഒരു മുറിവ് ചിലപ്പോൾ നിങ്ങൾ ഈ ഒരു പേഴ്സണ് കൊടുത്തിട്ടുണ്ടാവും. ആ ഒരു ഹാർട്ട് ബ്രേക്ക് ചിലപ്പോൾ നിങ്ങൾ ഈ ഒരു വ്യക്തിക്ക് കൊടുത്തിട്ടുണ്ടാവാം. അപ്പോൾ അതും നമുക്കിവിടെ കാണാൻ കഴിയുന്നൊരു കാര്യമാണ്. മാത്രമല്ല അങ്ങനെയുള്ള ഒരു ഹാർട്ട് ബ്രേക്ക് അവർക്ക് കൊടുത്തിട്ട് ചിലപ്പോൾ നിങ്ങൾ വിക്ടിം ആണെന്നുള്ള രീതിയിൽ പെരുമാറിയിട്ടുണ്ടെന്നുള്ളൊരു തോന്നലാണ് ഈ ഒരു വ്യക്തിക്കുള്ളത്. അതിപ്പോൾ നിങ്ങളുടെ കാഴ്ചപ്പാട് എടുത്തു കഴിഞ്ഞാൽ അതെന്താണെന്നുള്ളത് നമുക്ക് അറിയുള്ളൂ. പക്ഷേ ഈ ഒരു പേഴ്സൻ്റെ ആംഗിളിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെ നിങ്ങൾ വേദനിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ സ്വയം നിങ്ങൾക്കാണ് എല്ലാ വേദനയും ലഭിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ നിങ്ങളൊരു വിക്ടിമാണ് എന്നുള്ള ഒരു രീതിയിൽ പെരുമാറുന്നതായിട്ടും നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട്. അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ അങ്ങനെയാണ് ചിന്തിക്കുന്നത്. എന്നെ നല്ലതുപോലെ വേദനിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ പറഞ്ഞു വരുമ്പോൾ
അവർക്ക് ഞാനാണ് എല്ലാ വേദനയും കൊടുത്തതെന്ന് ഫീൽ ചെയ്യും. അല്ലെങ്കിൽ അവർ അങ്ങനെയാണ് നടിക്കുന്നത് എന്നുള്ള ആ ഒരു രീതിയാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ആ ഒരു പേഴ്സൻ്റെ ലൈഫ് ഒരുപാട് മാറ്റിമറിച്ച ഒരു വ്യക്തിയായിരിക്കണം. അതായത് നിങ്ങൾ കടന്നു വന്ന ശേഷം അവരുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ കടന്നു വന്നിട്ടുണ്ടാകാം. അതായത് നമ്മളിപ്പോൾ ചില കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തുന്നത് പറയാറുണ്ട്. ഇപ്പോൾ നമ്മളൊരു വെള്ളപ്പൊക്കം വരുമ്പോൾ അതിന് മുൻപും അതിന് ശേഷം എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ അവരുടെ ലൈഫിൽ അത്രയധികം ഇമ്പാക്റ്റ് തീർച്ചയായിട്ടും നിങ്ങളുടെ വരവോടുകൂടി ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യം കാണാം. മാത്രമല്ല തീർച്ചയായിട്ടും ആ ഒരു പേഴ്സൺ നിങ്ങളുമായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ നിങ്ങളെന്ന് പറയുന്നത് അവരുടെ ഒരു ലോകമായിട്ട് കണ്ടിട്ടുള്ള ഒരു പേഴ്സണാണ്. അല്ലെങ്കിൽ അത് അത്രയും ഒരു ഫുൾഫിൽമെൻറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾ അവർക്ക് കൊടുത്തിട്ടുണ്ടാവാം. അങ്ങനെയുള്ളൊരു കാര്യങ്ങൾ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. അല്ലെങ്കിൽ അത്രയും ഡീപ്പായിട്ട് അവർ കണ്ടിട്ടുണ്ട് എന്നുള്ള ഒരു എനർജിയാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാം തീർച്ചയായിട്ടും അവരുടെ ഒരു ഉയർച്ചയ്ക്കാണെന്നുണ്ടെങ്കിലും താഴ്ചയ്ക്കാണെന്നുണ്ടെങ്കിലും നിങ്ങൾ കാരണമായിട്ടുണ്ട് എന്ന് ആ ഒരു പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് വന്ന ശേഷം ഒരുപാട് മാറ്റങ്ങൾ ഈ ഒരു പേഴ്സൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടാവാം. അല്ലെങ്കിൽ അത്രയും ആ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടാവാം. ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് ലഭിച്ചിട്ടുണ്ടാവാം. എന്നാൽ അതുപോലെ തന്നെ നെഗറ്റീവായിട്ടുള്ള ചില കാര്യങ്ങളും നമ്മൾ ഈ പറഞ്ഞ പോലെ ഉയർച്ചയും താഴ്ചയും നിങ്ങൾ മൂലം ഉണ്ടായതായിട്ട് ആ ഒരു പേഴ്സൺ നോക്കി കാണുന്നുണ്ട്. ചിലപ്പോൾ അതിൻ്റെയും ഒരു ഫലമായിരിക്കാം നമ്മൾ നേരത്തെ ഇവിടെ കണ്ട ആ ഒരു 3 ഓഫ് സോർട്സ് എനർജി എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അങ്ങനെയുള്ള ഒരു ഇമ്പാക്റ്റും തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ്. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ അങ്ങനെയുള്ള ഒരു റിലേഷൻഷിപ്പൊക്കെ അങ്ങനെയൊക്കെയുള്ള ഒരു ബന്ധമാണ് നിങ്ങളുടേതെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒഴിച്ച് നിർത്തിക്കഴിഞ്ഞാലും അവരുടെ ലൈഫിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് മൂലം അവർ അനുഭവിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ടാവാം. അവരുടെ ഫാമിലിയിലോ അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ സൊസൈറ്റിയിലോ ഒക്കെ ഈ ഒരു റിലേഷൻഷിപ്പിനെ സപ്പോർട്ട് ചെയ്തതുകൊണ്ട് അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് അവർ ഇൻവോൾവ് ആയതുകൊണ്ടൊക്കെ ചിലപ്പോൾ അവർക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ടാവാം. അല്ലെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾ മൂലം തന്നെ അവർക്ക് നമ്മൾ നേരത്തെ കണ്ടതുപോലെ വേദനിക്കേണ്ടി വരുന്നൊരു സാഹചര്യമോ ഒക്കെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടാവാം. അതുപോലെ തന്നെ ഇപ്പോൾ സ്നേഹമാണെന്നുണ്ടെങ്കിലും ഒരുപാട് സ്നേഹവും സപ്പോർട്ടും ഒക്കെ നിങ്ങൾ കൊടുക്കുന്ന പോലെ ചിലപ്പോൾ ദേഷ്യമാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെയുള്ളൊരു എഫക്റ്റ് ഉണ്ടായിരുന്നു വരാം. അത് സ്നേഹിക്കുമ്പോൾ അത്രയും ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നത് പോലെ തന്നെ ചിലപ്പോൾ ദേഷ്യപ്പെടുമ്പോൾ അതേപോലെയുള്ള ഒരു ദേഷ്യമോ അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുന്നത് ഫയറി നേച്ചറൊക്കെ ചിലപ്പോൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് കൂടുതലായിരിക്കാം. ഇപ്പോൾ ചില വ്യക്തികൾ അങ്ങനെയാണ്. ഒരു സ്നേഹിക്കുമ്പോൾ ചങ്ക് കൊടുത്ത് സ്നേഹിക്കും. എന്നാൽ വെറുത്താലോ അല്ലെങ്കിൽ ദേഷ്യപ്പെട്ടാലോ അതും ചിലപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അതിപ്പോൾ എങ്ങനെയുള്ള റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിലും അങ്ങനെയുള്ള വ്യക്തികളെ നമുക്ക് കാണാം. എന്ന് പറഞ്ഞതുപോലെയാണ് ആ ഒരു പേഴ്സൺ നിങ്ങളെ നോക്കിക്കാണുന്നത്. നിങ്ങളിൽ തന്നെ ഒരുപാട് നന്മയുണ്ട്. എന്നാൽ അവരെ വിഷമിപ്പിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഡിസ്ട്രോയ് ചെയ്തിട്ടുള്ള തിന്മയുണ്ടെന്ന് ആ ഒരു പേഴ്സൺ അങ്ങനെയാണ് അവർ ചിന്തിക്കുന്നത്. നമ്മൾ നേരത്തെ കണ്ടതുപോലെ അവർക്ക് ഒരു വിഷമവും സങ്കടമൊക്കെ നിങ്ങളിൽ നിന്ന് അനുഭവപ്പെട്ടതായിട്ടും എന്നാൽ അത് ആ ഒരു വിഷമം അവർക്ക് കൊടുത്തതായിട്ട് നിങ്ങളത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ള ഒരു ചിന്താഗതിയാണ് അവിടെയൊക്കെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. മാത്രമല്ല ഏത് കാര്യത്തിന് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിലും അതിൻ്റെ ഒരു റിസൾട്ട് കാണുന്നത് വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട് ആ ഒരു പേഴ്സൺ വിചാരിക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് എത്ര കാത്തിരിക്കാനാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്കൊരു പക്ഷേ മടി ഉണ്ടാവണമെന്നില്ല. ആ ഒരു റിസൾട്ടിന് വേണ്ടിയിട്ട് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു പേഴ്സണായിട്ട് അവർ കാണുന്നുണ്ട്. ലൈഫിലാണെന്നുണ്ടെങ്കിലും അങ്ങനെ പൊരുതി വന്നിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം. പെട്ടെന്നൊന്നും മറ്റുള്ളവർക്ക് തളർത്തി കളയാൻ പറ്റാത്തതോ അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഒരു കാര്യം വിചാരിച്ചു കഴിഞ്ഞാൽ അത് നടക്കുന്നത് വരെ അതിന് വേണ്ടിയിട്ട് ഏത് എഫേർട്ടും അല്ലെങ്കിൽ ഏതറ്റം വരെയും പോകുന്ന ഒരു പേഴ്സണാലിറ്റി ആയിട്ടൊക്കെ അവർ കാണുന്നുണ്ട്. അപ്പോൾ നേരത്തെ നമ്മൾ ഓവറോൾ എനർജി എടുത്തപ്പോഴും പറഞ്ഞതാണ് റിലേഷൻഷിപ്പിലുള്ള നിങ്ങളുടെ ആ ഒരു സാന്നിധ്യമൊക്കെ എങ്ങനെയാണെന്നുള്ളത്. ഇപ്പോൾ ഇങ്ങനെയുള്ളൊരു തകർച്ചയിലാണെന്നുണ്ടെങ്കിൽ ഒരു ഹോപ്പ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടെന്ന് നമ്മൾ പറഞ്ഞതാണ്. ഏകദേശം ആ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ നമുക്ക് കാണാം. ഈ ഒരു പേഴ്സൻ്റെ ഒരു ചിന്താഗതിയിലും ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ കാണാം എന്നുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങളെല്ലാം ഒരു എല്ലാ കാര്യങ്ങളും അവൈലബിൾ ആയിട്ടുള്ള ഒരു പേഴ്സണാണ്. അല്ലെങ്കിൽ എല്ലാം തികഞ്ഞൊരു വ്യക്തി എന്നൊക്കെ നമ്മൾ പറയില്ലേ എന്ന് പറയുന്ന ആ ഒരു ആംഗിളിൽ അവർ കാണുന്നുണ്ട്. ഇപ്പോൾ ചിലരെ സംബന്ധിച്ച് പറയുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി പറയുന്നൊരു കാര്യമാണ് അവർക്ക് എന്തിനാ ഒരു ബുദ്ധിമുട്ടുള്ളത്, നല്ല ഫാമിലി ഉണ്ട്, വെൽ സെറ്റിൽഡ് ആണ്, അല്ലെങ്കിൽ സൗകര്യമുണ്ട്, നല്ല ജോലിയുണ്ട്, അങ്ങനെ നമ്മൾ ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നവരെ കുറിച്ച് പറയാറുണ്ട്. ആഫ്റ്റർ ഓൾ അവരുടെ ഉള്ളിൽ എന്താണ് അല്ലെങ്കിൽ ഉള്ളിൽ എന്തെങ്കിലും വിഷമമുണ്ടോ ഇല്ലേ എന്നുള്ളതല്ല, പക്ഷേ ഈ പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും അവൈലബിൾ ആയിട്ടുള്ള ഒരു പേഴ്സണാണ്. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഒരുപാട് ബ്ലെസ്ഡ് ആയിട്ടൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെയുള്ള ആ ഒരു എനർജി നമുക്കിവിടെ കാണാം. നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ചിലപ്പോൾ ഈ പറഞ്ഞതുപോലെ അവൈലബിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം. ലൈഫിൽ ജോലിയാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടാണെന്നുണ്ടെങ്കിലും അങ്ങനെ എല്ലാ രീതിയിലും ചിലപ്പോൾ നല്ല ഒരു വെൽ സെറ്റിൽഡ് എന്നൊക്കെ പറയുന്നത് പോലെ നിൽക്കുന്നൊരു പേഴ്സണാലിറ്റി ആയിരിക്കാം. അപ്പോൾ അതെല്ലാം അവരിവിടെ നോക്കി കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചൊരു ഇൻഡ്യൂട്ടീവ് ആയിട്ടുള്ള ഒരു പേഴ്സണായിട്ടും അവർ കാണുന്നുണ്ട്. ചില കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള ഒരു പവറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നിരിക്കാം. എന്നാൽ അതുപോലെ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചൊരു പിടിവാശിയുള്ള കൂട്ടത്തിലായിട്ടൊക്കെ ഈ ഒരു പേഴ്സൺ കാണുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു കോൺഫ്ലിക്റ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വാദിച്ചെന്ന് വരാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ പറയില്ലേ ഞാൻ പിടിച്ച മുയലിന് 3 കൊമ്പ് എന്നൊക്കെ പറയുന്ന പോലെയുള്ള ആ ഒരു കാഴ്ചപ്പാടാണ് ആ ഒരു വ്യക്തിയുടേത്.
ഇത് അവരുടെ കാഴ്ചപ്പാടാണ്. ഒരുപക്ഷെ നിങ്ങൾ ചിലപ്പോൾ ഈ ഒരു പേഴ്സണോട് അങ്ങനെ സംസാരിക്കുകയോ അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ക്ലാരിറ്റി ചോദിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി വാദിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ നിങ്ങളുടെ ഭാഗത്തായിരിക്കാം നിങ്ങളുടെ ആംഗിളിൽ നിന്ന് നോക്കുമ്പോൾ അവിടെ ശരി. കാരണം ചിലപ്പോൾ നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടുന്നില്ല. നമ്മൾ ഓൾറെഡി അവരുടെ എനർജിയൊക്കെ എടുത്തപ്പോൾ പറഞ്ഞതാണ് എങ്ങനെയാണ് അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് എന്നുള്ളത്. കുറച്ചൊരു ഈഗോയിസ്റ്റിക് ആയിട്ടാണ് ആ ഒരു പേഴ്സൺ നമുക്ക് അവിടെ കാണാൻ കഴിഞ്ഞത്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് അവരുടെ ഭാഗത്തു നിന്ന് ഒരു ചീറ്റിംഗ് പോലെ തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പേഴ്സണ് ഈ ഒരു തരത്തിലാണ് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത്. നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വാദിക്കുന്ന ആ ഒരു വ്യക്തിയായിട്ട് അവർ ചിന്തിക്കുന്നുണ്ട്. അതായത് ആ ഒരു വിൻ അറ്റ് ഓൾ കോസ്റ്റ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, എന്ന് പറഞ്ഞ പോലെയുള്ള ആ ഒരു ചിന്താഗതിയാണ് അവിടെ നമുക്ക് കാണുന്നത്. അതുപോലെ തന്നെ ഒരുപക്ഷെ ചിലപ്പോൾ ഈ ഒരു വ്യക്തി വളരെ ഈഗോയിസ്റ്റിക് ആയിട്ടൊക്കെ പെരുമാറുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പോൾ എങ്കിൽ, നിങ്ങൾ നേരത്തെ ഒരുപാട് സംസാരിച്ച് പുറകെ നടക്കുകയോ അല്ലാന്നുണ്ടെങ്കിൽ ഇവരെ കൺവിൻസ് ചെയ്യാനൊക്കെ ശ്രമിച്ച് നടന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അങ്ങനെ ചെയ്യണമെന്നില്ല. ചിലപ്പോൾ വളരെ സൈലൻ്റ് ആയിട്ട് ഇരിക്കുന്ന ഒരു അവസ്ഥയായിരിക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ അവർ വരട്ടെ എന്നുള്ള രീതിയിൽ നിങ്ങൾ ഇരിക്കുന്നതായിരിക്കാം. അല്ലെങ്കിൽ പ്രത്യേകിച്ച് ആ ഒരു ബലം പിടുത്തമോ കാര്യങ്ങളൊന്നും ഉണ്ടാവണമെന്നില്ല. നമ്മൾ നേരത്തെ പറഞ്ഞാണ്, ആ ഒരു ഫ്ലെക്സിബിൾ ആയിട്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന ഒരാൾ സ്റ്റബേൺ ആണെന്നുണ്ടെങ്കിൽ ഒരാൾ ഫ്ലെക്സിബിൾ ആണ്. കൂടുതലായിട്ട് അവിടെ പിടിവാശിക്കൊന്നും നിൽക്കുന്നില്ല. അല്ലെങ്കിൽ നേരത്തെ നിങ്ങൾ ഈ പറഞ്ഞതുപോലെ വാദിച്ച് ജയിക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒന്നിനുമില്ല എന്നുള്ളൊരവസ്ഥയിലായിരിക്കാം. അപ്പോൾ ആ ഒരു ആംഗിൾ നമുക്കിവിടെ കാണാം. ഒരുപക്ഷെ ആ ഒരു പേഴ്സൺ ചിന്തിക്കുന്നത് അവരിൽ നിന്ന് നിങ്ങൾ പതിയെ മാറാൻ തുടങ്ങിയിട്ടുണ്ടോ? ഇപ്പോൾ നമ്മൾ സ്നേഹം കൂടുതലായിട്ടിരിക്കുന്ന ഒരു സമയത്ത്, അല്ലെങ്കിൽ നമുക്ക് അവരോടുള്ള ഒരു പൊസസീവ്നെസ് ഒക്കെ ഉള്ള ഒരു സമയത്ത് ഒരുപാട് ഒരു അറ്റാച്ച്മെന്റ് കാണിക്കുകയും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അകൽച്ച വന്നു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് 100 ചോദ്യങ്ങൾ ചോദിച്ച് പുറകെ നടക്കുകയൊക്കെ ചെയ്യും. പക്ഷേ കുറച്ച് കഴിഞ്ഞ് ഇതൊരു യൂസ്ഡ് ആയി കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും വലിയൊരു മാറ്റമൊന്നും ഇല്ലെന്ന് കാണുമ്പോൾ, ആഗ്രഹമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ചിലപ്പോൾ സ്വയം ഉള്ളിൽ ഒതുക്കി വെച്ചിരിക്കാറുണ്ട്. പിന്നെ കൂടുതലായിട്ട് ചോദിക്കാൻ പോവാറില്ല. അവരായിട്ട് എന്തെങ്കിലും പറയണമെങ്കിൽ പറയട്ടെ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിൽ നിൽക്കാറുണ്ട്. അപ്പം അങ്ങനെയൊക്കെയുള്ളൊരു കാര്യങ്ങൾ കാണുമ്പോൾ നിങ്ങൾ ഇനിയിപ്പോൾ അവരിൽ നിന്ന് കൂടുതൽ അകന്നു പോയിക്കൊണ്ടിരിക്കുകയാണോ, മാനസികമായിട്ട് നിങ്ങൾ അകലുകയാണോ എന്നുള്ളൊരു തോന്നൽ ഈ ഒരു പേഴ്സണ് തീർച്ചയായിട്ടും ഉണ്ട്. എങ്കിലും നിങ്ങൾ കാത്തിരിക്കുന്നുള്ള ആ ഒരു പ്രതീക്ഷയും നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും ആ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിലും അവിടെ ഉണ്ടാവും. അല്ലെങ്കിൽ ഇപ്പോൾ പ്രകടമായിട്ട് വലിയൊരു അടുപ്പം നിങ്ങൾ തമ്മിൽ ഇല്ലാന്നുണ്ടെങ്കിൽ പോലും വെയിറ്റ് ചെയ്യും എന്നുള്ള ആ ഒരു ചിന്താഗതി നമുക്ക് കാണാം. നിങ്ങൾക്ക് ഫ്യൂച്ചറിനെ കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങളുള്ളതായിട്ടും ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ ഓവറോളായിട്ട് നമുക്ക് ഇങ്ങനെയാണ് കാണാൻ കഴിയുന്നത്. ഈ ഒരു വ്യക്തി നിങ്ങളുടെ കുറേ ഒരു പോസിറ്റീവ് സൈഡും അല്ലെങ്കിൽ പോസിറ്റീവ് ആംഗിളിലും കണ്ടിട്ടുണ്ട്. എന്നാൽ ആ ഒരു ഡ്രോബാക്ക് ആയിട്ട് അവർ കാണുന്ന കാര്യങ്ങൾ നമുക്കിവിടെ കാണാം. അപ്പോൾ ഡ്രോബാക്ക് ആയിട്ട് കാണുന്ന കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അവർക്കെന്തോ പെയിൻ അനുഭവിച്ചതായിട്ടും, അല്ലെങ്കിൽ അവരുടെ ഒരു വിഷമം നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല. അവരും ഒരേപോലെ പെയിൻ അനുഭവിച്ചിട്ടും നിങ്ങൾ ആ ഒരു വിക്ടിം മെൻറ്റാലിറ്റി ചമഞ്ഞു എന്നൊക്കെയുള്ള ഒരു ചിന്താഗതി കാര്യങ്ങളൊക്കെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മാത്രമല്ല, നിങ്ങൾ പഴയ ഒരു ചിലപ്പോൾ ഇൻറ്റിമസി കാണിക്കാതെ നിൽക്കുന്നതുകൊണ്ടൊക്കെ ആയിരിക്കും ഇപ്പോൾ അവരിൽ നിന്ന് ഒന്ന് അകന്ന് തുടങ്ങിയോ എന്നൊക്കെയുള്ള ഒരു ചിന്താഗതി ഇവിടെ ഉണ്ടാവുന്നത്. അത് ചിലപ്പോൾ അവർക്ക് ഭയങ്കര ഹേർട്ടായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാവാം. കാരണം പാസ്റ്റിലൊക്കെ വളരെ സ്നേഹത്തോടെ ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അത്രയും അടുപ്പം കാണിച്ച് പുറകെ നടന്നിരുന്ന വ്യക്തി, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വഴക്കുണ്ടാകുമ്പോൾ തന്നെ ചിലപ്പോൾ നിങ്ങൾ കണ്ണ് നിറഞ്ഞ് പുറകെ പോയിട്ടുണ്ടാവും. അതൊന്നും ഇപ്പോൾ കാണിക്കാതെ ആകുമ്പോൾ എന്നോട് ആ ഒരു പഴയ താല്പര്യമില്ലേ എന്നുള്ള ഒരു ചിന്താഗതി കൂടി അവിടെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഓവറോളായിട്ട് നമുക്ക് ഇങ്ങനെയാണ് കാണാൻ കഴിയുന്നത്. കുറച്ചൊരു തെറ്റിദ്ധാരണകളൊക്കെ ഈ പേഴ്സൻ്റെ മനസ്സിനകത്തുണ്ട്. പിന്നെ അവരെ തന്നെ സ്വയം ന്യായീകരിക്കുന്ന ഒരു എനർജിയും നിങ്ങളെക്കുറിച്ചുള്ളൊരു ചിന്തയാണെന്നുണ്ടെങ്കിൽ പോലും അവിടെയും നമുക്കത് കാണാം. ഇപ്പോൾ ഇവിടെ നിങ്ങളുമായിട്ട് കണക്റ്റിംഗ് ആവുന്ന നമ്പേഴ്സ് നമ്പർ 1, നമ്പർ 9, നമ്പർ 11, നമ്പർ 16 ആൻഡ് നമ്പർ 21. ഇനി ഇതുപോലെ പ്രൊമിനൻ്റ് ആയിട്ടുള്ള സോഡിയക് സൈൻസ് സീരീസ്, ലിയോ, ടോറസ്, വിർഗോ, സ്കോർപിയോ, ജെമിനി ആൻഡ് അക്വേറിയസ്. ഇതാണ് നമ്മളുടെ ഇന്നത്തെ റീഡിംഗ് ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ആ ഒരു സ്ട്രോങ് ബോണ്ടിങ്ങിനായിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണെന്നുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ട്. ആ ഒരു പേഴ്സണെ നിങ്ങൾക്ക് ചിലപ്പോൾ അത്രയും ഇഷ്ടമായിരിക്കും. അതുകൊണ്ടാണ് ഒരുപാട് പ്രതിസന്ധികളും, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ടതുപോലെ ആ ഒരു തടസ്സങ്ങളുണ്ട്, ക്ലാരിറ്റി ഇല്ലാത്തൊരവസ്ഥയൊക്കെയാണ്, തെറ്റിദ്ധാരണകൾ പരസ്പരം ഉണ്ടെന്നുണ്ടെങ്കിലും വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സ്ട്രോങ് ബോണ്ടിങ്ങിനായിട്ട് നിങ്ങൾ ക്ലെയിം ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.